ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1597. ഇന്ന് മെയ് മാസം 15-ാം തീയതി 136-ാമത്തെ ദിവസത്തിലെത്തി. സുറിയാനി സഭയെ സംബന്ധിച്ച് ഇന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ കതിരുകളെ പ്രതിയുള്ള പെരുന്നാൾ ദിനമാണ്. ഒരുപക്ഷെ നമ്മൾ ആരും ഒട്ടും ശ്രദ്ധിക്കാതെ പോകുന്നു, അറിഞ്ഞും അറിയാതെയും പരിഗണിക്കാതെയും അവഗണിച്ചും കളയുന്ന ഒരു പെരുന്നാൾ ദിനമാണ് പരിശുദ്ധ ദൈവമാതാവിനെ പ്രതി കതിരുകളെ പ്രതിയുള്ള പെരുന്നാൾ. മാതാവിന്റെ വിത്തുകളെ പ്രതിയുള്ള പെരുന്നാളിന് കുറെ കൂടി പ്രാധാന്യമുണ്ട്. നമുക്കിടയിൽ കുറെ കൂടി സുപരിചിതവുമാണ്. അത് ജനുവരി മാസം 15-ാം തീയതി ആണെങ്കിൽ ആ വിത്തുകളൊക്കെ കതിരുകളായി വളർച്ചയൊക്കെ പൂർണ്ണതയിലെത്തുന്ന ഒരു സംതൃപ്തിയുടെയും കൃതജ്ഞതയുടെയും ദിനവും പെരുന്നാളുമാണ് കതിരുകളെ പ്രതിയുള്ള മെയ് മാസം 15-ാം തീയതി ആചരിക്കുന്ന ഈ പെരുന്നാൾ. കാത്തിരിപ്പിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ മറിയത്തിന്റെ ഈ പെരുന്നാൾ ദിനത്തിൽ പരിശുദ്ധ അമ്മ മറിയത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം, ധ്യാന വിഷയമാക്കാം. ഇതെങ്ങനെ സംഭവിക്കുമെന്ന ഒരു വലിയ സംശയവും ആശങ്കയും ചോദ്യവും മറിയം ഉന്നയിക്കുന്നുണ്ട്. അതും ദൈവമയച്ച സാക്ഷാൽ ഗബ്രിയേൽ ദൂതനോട്. ദൈവത്തോടാണ് ശരിക്കും മറിയം ചോദിക്കുന്നത്, ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? ഒന്നും അങ്ങോട്ട് വിശ്വസനീയമല്ല, യുക്തിഭദ്രവുമല്ല. കേൾക്കുമ്പോൾ തന്നെ അത് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നായിട്ടാണ് തോന്നുക. ഇതെങ്ങനെ സംഭവിക്കും? മറിയത്തിന്റെ ആശങ്കയും സംശയവും അസ്വസ്ഥതയും ചോദ്യവുമൊക്കെ ദൈവത്തോടും കൂടിയാണ്. ഈ മറിയത്തിന്റെ തുടർന്നുള്ള ജീവിതത്തെ നമ്മൾ നോക്കിക്കാണുന്നുണ്ട്. എന്തുമാത്രം അനുഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എന്തുമാത്രം തീവ്രമായ തീക്ഷ്ണമായ വേദനകളിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ട്. അവസാനത്തോളം ആ കാൽവറിയിലെ കുരിശിന്റെ ചോട്ടിൽ എത്തുന്നതോളമുള്ള മറിയത്തിന്റെ യാത്രയൊന്ന് വെറുതെ ഓർത്തെടുത്താൽ, ധ്യാനിച്ചാൽ ഒരു അത്ഭുതമുണ്ട്. അതിനകത്ത് ഒരു വലിയ അത്ഭുതമുണ്ട്, ഒരു വലിയ ആദരവ് തോന്നുന്ന അത്ഭുതമാണ്. മറിയം ദൈവത്തോട് ചോദിച്ചില്ലല്ലോ പിന്നീട്, എന്താണ് ഇതൊക്കെ, എന്തിനാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇതൊക്കെ എന്തിനാണ്, എന്തുകൊണ്ടാണ് ഇതൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഞാനും നിങ്ങളുമൊക്കെ ചെറുതും വലുതുമായ ദുരിതങ്ങളുടെ, കാരണമറിയാത്ത ഭാരങ്ങളിലൂടെ, ക്ലേശങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നിരന്തരം ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ട് ഇതെന്റെ ജീവിതത്തിൽ സംഭവിച്ചു? മറിയമാവട്ടെ അത് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് മറിയത്തിന്റെ മഹത്വം കുറെ കൂടി വലുതാവുന്നതും വളരുന്നതുമൊക്കെ. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പണ്ട് ചോദിച്ച മറിയം പിന്നീട് ഇതെന്തിനാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ചോദിച്ചില്ല. ആ മറിയത്തെ നമുക്ക് കുറെ കൂടി ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം, മധ്യസ്ഥയില് അഭയപ്പെടാം. ഒപ്പം പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിനായിട്ട് അമ്മയോട് നമുക്ക് മധ്യസ്ഥ യാചിക്കുകയും ചെയ്യാം. ആമേൻ.